PM ശ്രീ പദ്ധതി തുടരുന്ന കാര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനം ഉണ്ടായേക്കും. മന്ത്രിസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് തീരുമാനം ഉണ്ടാവുക. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചന. അതോടൊപ്പം അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായേക്കും. ഈ ശ്രീധരന്റെ പദ്ധതിയിൽ അവ്യക്തത ഉണ്ടെന്നായിരുന്നു വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിച്ചത്. റോഷി ബാൽ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. റോഷി, അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസം മന്ത്രിസഭാ യോഗം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. അതിൽ PM ശ്രീ, അതിവേഗ റെയിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക റോഷി? ഷിഹാസ, വിവാദ PM ശ്രീ പദ്ധതി സംസ്ഥാന സർക്കാർ തുടരുമോ എന്നത് ഒരുപക്ഷെ ഇന്ന് അറിയാൻ കഴിയും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഈ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുക എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമാണ്. പക്ഷേ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ദില്ലിയിലാണ്. ഒരുപക്ഷെ മന്ത്രി ഓൺലൈനിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തേക്കാം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗവുമുണ്ട്. PM ശ്രീ പദ്ധതി അടക്കം ആ യോഗത്തിൽ ചർച്ചയാവും. അതേസമയം ഇന്ന് ഷംസുദ്ദീൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങളിൽ ഇളവ് സംസ്ഥാനത്തിന് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുതന്നെയായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുള്ള തീരുമാനവും. കാരണം എന്തൊക്കെ ഇളവുകൾ വേണമെന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിക്കുലം സംബന്ധിച്ചാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ക്ലാസ്സുകളിലെയും എന്ത് പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം അത് സംസ്ഥാന സർക്കാരിനാണ്. നിലപാട് അത് കേന്ദ്രത്തെ അറിയിക്കും. അക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഇളവ് വേണമെന്ന ആവശ്യം ഉന്നയിക്കും. പക്ഷേ PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകില്ല. PM ശ്രീ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നേരത്തെ ഒരു മന്ത്രിസഭാ ഉപസമിതി നിശ്ചയിച്ചിരുന്നു. ആ ഉപസമിതി നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും ഇന്ന് ചർച്ചകളും തീരുമാനവും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. അതേസമയം തന്നെ അതിവേഗ റെയിൽപാത സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. കാരണം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു മുമ്പാണ് ആ റിപ്പോർട്ട് ലഭിച്ചത്. അതുകൊണ്ട് ചർച്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ തവണ ആ റിപ്പോർട്ടിലും ചർച്ചയുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെ വേണം ആ പുതിയ അതിവേഗ റെയിൽപാത പദ്ധതി എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് നടത്തുക. ഏതായാലും പദ്ധതി ഉപേക്ഷിക്കുമോ പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ എന്നതിൽ ഒരുപക്ഷെ ഇന്ന് വ്യക്തതയുണ്ടാകും. ശരി റോഷി. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങളും ഇന്ന് നിർണായകമായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വേഗം നമുക്ക് തിരിച്ചു.